പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ പി ഷാജൻ പാസ്റ്ററാണ് ക്ലാസ് എടുക്കേണ്ടത്. എന്നാൽ റവറൻഡ് ഡോക്ടർ CB ആൻഡ്രൂസിന് അടുത്ത ദിവസം നാക്കോക്കിന്റെ മീറ്റിങ്ങിനൊക്കെ പോകേണ്ടത് കൊണ്ട് അദ്ദേഹം ഇന്ന് രാത്രി ക്ലാസ് എടുക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു. തൻ്റെ തിരക്കിനിടയിലും ഇപ്രകാരം ഷെഡ്യൂളൊക്കെ മാറ്റി നമ്മളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ആദരവിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. ഇന്നും തുടർന്നുള്ള ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ KA ഡേവിസ് പ്രാർത്ഥിച്ച് ആരംഭിച്ചാട്ട്. പാസ്റ്റർ KA ഡേവിസ് പ്രാർത്ഥിച്ചാട്ട്. ഡേവിസ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് അപ്പൻ്റെ പദാധികത്തിൽ വന്നണയുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇതുവരെയും അങ്ങ് പരിപാലിച്ചു, ഇനിയും അങ്ങ് പരിപാലിക്കുന്ന ദൈവമായിരിക്കാൻ അവിടുത്തെ ഉള്ളം കരുത്ത് ഞങ്ങൾ ഏവരും വഹിച്ചിരിക്കുക നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് വെളിപ്പാട് പുസ്തക പഠനം നടക്കുമ്പോൾ അതിനെ പഠിപ്പിക്കുന്ന അവിടുത്തെ ദാസൻ അവിടുത്തെ തരങ്ങളിലേക്ക് എനിക്ക് വരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും, അത് പഠിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ തൃക്കരണിക്ക് തരുന്നു. ഹൃദയം തുറന്ന് ഹൃദയത്തിൻ്റെ മാംസപലകകളിൽ വചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം, സംഗ്രഹിച്ചു വയ്ക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കേണ്ടതിനായി നന്ദിയോടെ സ്തോത്രം. അതേ കർത്താവിൻ്റെ നല്ല പോരാളികളായിട്ട് ഓരോരുത്തരും തീരുവാൻ, പടയാളികളായിട്ട് തീരുവാൻ കർത്താവെ എല്ലാവരും കൃപ പകരേണ്ടതിനായി സ്തോത്രം. ഹൃദയ ഏകാഗ്രതയോടും ഭയഭക്തിയോടും ഇരുന്ന് പ്രവർത്തിപ്പാൻ സ്വർഗം സഹായിക്കുമാറാകണം. കർത്താവെ, ഷാജിക്ക് ഡാനിയൽ സാറിനായി സ്തോത്രം ചെയ്യുന്നു, ലാലു സാറിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഫാക്കൽറ്റികൾക്കുമായി സ്തോത്രം. എല്ലാവരെയും സ്വർഗം സഹായിക്കുമാറാകണം. കൃപ കൂടിയിരിക്കണം, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ റവറൻഡ് ഡോക്ടർ CB ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ്, ഈ സെമസ്റ്ററിന്റെ 5ാമത്തെ ലെസണിലേക്കാണ് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയത്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ചെന്നൈയിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് 2 മിനിറ്റ് അവിടെ കയറിയിട്ട് എനിക്ക് വളരെ ഈ ക്ലാസ് മറക്കാൻ തക്കൊണ്ട് ആഗ്രഹമില്ല. ഇന്ന് ദുബൈയിലെ ഒരു ക്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടാണ്. അദ്ദേഹം അവർ കാര്യമൊക്കെ ചെയ്തു. ദൈവത്തിന് ഞാൻ പറഞ്ഞു വല്ലപ്പോഴും ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും കാണുവാൻ ദൈവം സഹായിച്ചനാണ് സ്തോത്രം. പ്രിയ ലാലു സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിപ്പാൻ തക്കൊണ്ട് തൻ്റെ ദാസന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിനായി സ്തോത്രം. എൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ഷാജിക്ക് ഡാനിയലിനെ ഓർത്ത് സ്തോത്രം. ആ ദൈവദാസൻ ചെയ്യുന്ന കഠിനാധ്വാനം, പ്രവർത്തനം, സാമ്പത്തികമായിട്ടുള്ള തൻ്റെ എല്ലാ കഴിവുപയോഗിച്ച് അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ തക്കൊണ്ട് ശ്രമിക്കുന്ന ഈ പ്രവർത്തനത്തെ ദൈവം ആദരിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിപ്പോൾ സർദീസ് സഭയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം. 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും എടുത്തൊന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു സെലിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വായനയായിരുന്നു. വായനയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ വായന വളരെ ഈ പ്ലാറ്റ്ഫോമിൽ വായിക്കുന്നവരെല്ലാം വളരെ രുചികരമായിട്ടുള്ള വായനയാണ്. വളരെ തൃപ്തിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ സർദീസ് സഭയെക്കുറിച്ച് പറയുന്ന ദൂതാണ്. ഈ ദൂതിനെ അതേ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. 3-ാം അധ്യായം 1-ാം വാക്യം അതിൻ്റെ മുഖവര
ആ 1-ാം വാക്യത്തിൽ തന്നെയാണ് അവരുടെ കുറ്റം പറഞ്ഞിരിക്കുന്നത്. 2ഉം 3ഉം വാക്യങ്ങളിലാണ് അവർ കൊടുത്തിരിക്കുന്ന പ്രബോധനം. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. എന്താണ് അവർ കൊടുത്തായ പ്രബോധനങ്ങൾ? 1, ഉണർന്നുകൊള്ളുക. പിന്നെ 5 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. അതേ, ഉണർന്നു 1 ഉണർന്നുകൊള്ളുക, 2 ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, 3 ആ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന് സന്ധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അടുത്തത്, ആകയാൽ നീ പ്രാപിക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക വരെ നമുക്ക് പഠിപ്പാൻ തക്കവണ്ണം ഇടയായി. അത് ഓടിച്ചാണ് പറഞ്ഞത്. പല ദിവസങ്ങൾ കൊണ്ട് എടുക്കേണ്ട ക്ലാസ്സുകളാണ്. എങ്കിലും ഈ സെമസ്റ്ററിലെ 4-5 അധ്യായങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പരീക്ഷയും ഇടണം. ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ച രാജാവിൻ്റെ വേലക്കാരെല്ലാം വളരെ ധൃതിയിലായിരിക്കണം, വളരെ തിടുക്കത്തിലായിരിക്കണം. അധികം സമയമൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരും അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ചുമതലയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുക. നിങ്ങളുടെ എല്ലാവരുടെ ഉത്സാഹത്തെ ദൈവം തമ്പുരാൻ മാനിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കാനുള്ള വിഷയം 5 കൂട്ടം കാര്യങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ച് ഓർക്കുക എന്ന് ചിന്തിച്ചു. അതിവിടെ വായിക്കുന്നു. അത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അത് ഓർത്തുകൊള്ളുക. അടുത്തത് വചനം. അത് ഞാൻ ഇവിടെ വായിക്കുന്ന, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയൊന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാം. അത്തരം കാര്യങ്ങൾ നമുക്ക് 4ഉം 5ഉം വിഷയം കൊണ്ട് നമുക്ക് ചിന്തിക്കാനുണ്ട്. കാത്തുകൊള്ളുക. നമുക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഒരല്പം തത്രപ്പാടുണ്ടാകുന്നത്. ദൈവത്തെ കാരണം ക്ലാസ് കഴിഞ്ഞോട്ട് ചെന്നൈയിലെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് കയറുകയായിരുന്നു. ഇവിടെ 4ാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കാത്തുകൊള്ളുക. അതെ, ഇവർക്ക് കൊടുക്കുന്ന 4ാമത്തെ പ്രബോധനമാണ് കാത്തുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലരും അത് കാക്കാതെ അങ്ങനെ തന്നെ ജീവിതം പാഴാക്കി കളയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ അഹാപ്പായിലെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങൾ, സകല ആത്മീയ അനുഗ്രഹങ്ങളും എന്തിനു വേണ്ടി വിളിച്ചുവോ അതെല്ലാം കാത്തു സൂക്ഷിപ്പാൻ തക്കൊണ്ണം ദൈവം നമ്മളെ ഇടയാക്കട്ടെ. എബ്രായലേഖനം 3-ാം അധ്യായം 6ഉം 14ഉം വാക്യം വായിക്കുമ്പോൾ പ്രത്യാശയോട് സ്വീകാരം നീ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യ വിശ്വാസ അവസാനത്തോടും മുറുകെ പിടിക്കുക എന്ന് വായിക്കുന്നുണ്ട്. ഞാൻ അനേക വാക്യങ്ങൾ എഴുതി വെച്ചെങ്കിലും എല്ലാ വാക്യങ്ങളും വായിക്കാൻ വേണ്ടിയുള്ളതല്ല. വെളിപ്പാട് പുസ്തകം നിങ്ങൾ സ്റ്റഡി നന്നായിട്ട് പഠിച്ചു പോകാൻ തക്കണം. ഞാൻ ആ വാക്യങ്ങൾ മുന്നമേ തന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയൊരു പുസ്തകം എഴുതാം. ഞാൻ പുസ്തകം എഴുതി പകുതി വരെ വന്നതാണ്. എന്നാൽ ഞാൻ അതിന് പകരം ഒരു കമൻട്രി അങ്ങ് എഴുതി ഓൺലൈനിൽ കൂടെ. അത് എല്ലാവർക്കും കൈ ചുമന്നുകൊണ്ട് നടക്കാം. ടെലിഫോണിൻ്റെ അകത്ത് അതുകൊണ്ട് cvandrewsbible.com. അതിൻ്റെ അകത്ത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 14 അധ്യായങ്ങൾ വരെയുള്ള വ്യാഖ്യാനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഉൽപ്പത്തി മുതലതിൻ്റെ വ്യാഖ്യാനമാണ്. ആ നിലയിൽ ഒരു കമൻട്രി തയ്യാറാക്കിക്കൊണ്ട് ഞാൻ ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അത് ഓൺലൈനിലുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും കയറി കാണാം. നമ്മൾ പ്രത്യാശയുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം. പ്രത്യാശയുടെ ധൈര്യവും സ്വീകാര്യവും നമ്മൾ കാത്തു സൂക്ഷിക്കണം. എന്തിനു വേണ്ടി വിളിച്ചോ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. സർദീസ് സഭയോട് പറയുന്ന ഒരു വാചകമാണത്. നിങ്ങളിത് കാത്തു സൂക്ഷിക്കണം. നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട 3-4 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറയാം. നഹൂം പ്രവചനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. നഹൂം 2:1. രണ്ടുപേരുടെയും സംഹാരകൻ നിനക്കെതിരെ വരുന്നു. വഴി സൂക്ഷിച്ചുകൊള്ളുക, കോട്ട കാത്തുകൊള്ളുക. സംഹാരകൻ നിനക്കെതിരായി വരുന്നു, കോട്ട കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോട്ട, നമുക്ക് ജീവിതമാകുന്ന ഒരു കോട്ട തന്നിട്ടുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇയ്യോബിന് ചുറ്റും ദൈവം തമ്പുരാൻ ഒരു വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു കോട്ടയായിരുന്നു. ഇയ്യോബിന് ചുറ്റും മാത്രമല്ല, ഇയ്യോബിന്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ടായി. നിന്നെയും അവനെയും അവനുള്ളതിനെയും എന്നാണ് സാത്താൻ പറഞ്ഞത്. അവന്റെ സമ്പത്തിനെയും കർത്താവ് കാത്തു സൂക്ഷിച്ചു. ഒട്ടകവും 7000 ആടുമാടുകളും എല്ലാം, അതിനെല്ലാം ദൈവം തമ്പുരാൻ അത് കോട്ട കെട്ടിയിരിക്കുകയാണ്. ചുറ്റും വേലിയാണ്. നിങ്ങൾ അത് ഇയ്യോബിന്റെ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ അറിയാം. സാത്താൻ ദൈവസന്നിധി ചെന്ന് പറഞ്ഞു, വെറുതെയാണോ അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ സാത്താൻ ഒരു കാര്യം സംസാരിക്കുന്നു, അവനൊരു ഭക്തനാണെന്ന് സംസാരിക്കുന്നു.
അവനൊരു ഭക്തനാണ്. മറ്റുള്ളവര് ഭക്തരുടെ വേഷം ധരിച്ചു നടക്കുമ്പോൾ ഇയ്യോബ് ഒരു ഭക്തനാണ് എന്നുള്ള സാക്ഷ്യം താൻ പറഞ്ഞു. നമ്മൾ ആദ്യമായി ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കണം. കാരണം ദൈവം പറഞ്ഞ എന്നറിയാമോ, അവനെപ്പോലെ ദൈവഭക്തൻ വേറെ ആരുമില്ല, ഭൂമിയിൽ ആരുമില്ല. അപ്പൊ ഒന്നാമത് ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം പിശാചിന്റെ കയ്യിൽ നിന്നുള്ള ഒരു സാക്ഷ്യമാണ്. സാധാരണ പിശാച് കള്ളം പറയുന്നത്, ഇവിടെ കള്ളം പറയുന്നില്ല. വെറുതെയാണോ അവന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്, കാത്തു സൂക്ഷിക്കുന്നത്? നീ അവനെയും അവനുള്ളതിനെയും എല്ലാം അതേ ചുറ്റും വേലി ഇട്ടിരിക്കുന്നു. പുള്ളിക്ക് കയറാൻ തക്ക നോക്കുന്നില്ല. ആ വേലി ഒന്ന് പൊളിക്കാൻ നിൽക്കാൻ അവസരം രാമോ, നിന്റെ മുഖത്ത് നോക്കി അവൻ നിന്നെ തള്ളി പറയും. ഇനിയും ദൈവത്തിന് സാക്ഷ്യം പ്രാപിച്ചാൽ മാത്രം പോരാ, അതേ പിശാചിന് സാക്ഷ്യം പ്രാപിക്കണം. സ്കേവാപുരോഹിതന് 2 മക്കള് അതേ ഭൂതം ഇറക്കാൻ പോയില്ലേ? അവര് പറഞ്ഞു, പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പറയുന്നു, ഭൂതമേ ഇറങ്ങിപ്പോവും. ഭൂതം നേരെ ഇങ്ങ് തിരിഞ്ഞിട്ട് പറഞ്ഞു, പൗലോസിനെ ഞങ്ങൾക്ക് അറിയാം, യേശുവിനെയും അറിയാം. പൗലോസിനെ പരിചയമുണ്ട്, യേശുവിനെയും അറിയാം. പക്ഷെ നിങ്ങളാരേ, ദൈവത്തിന് സ്തോത്രം, നിങ്ങളാരേ ഈ നാമം എടുത്ത് ഉപയോഗിക്കാൻ? ആ ഭൂതം അവരുടെ മേൽ വീണ് അവർ നഗ്നരും മുറിവേറ്റവരുമായി പോയെന്നാണ്. അപ്പൊ സാത്താൻ സത്യം പറയുന്ന സന്ദർഭമുണ്ട്. നീ അവന് ചുറ്റും വേലി വെച്ചിരിക്കുന്നു, എനിക്കൊന്നും ചെയ്യാൻ തക്കണൊക്കത്തില്ല, ഒന്ന് തൊടാമോ? അവൻ നിന്റെ മുഖത്ത് നോക്കി തേച്ച് പറയും. നീ മൂന്നാമത് സാക്ഷ്യം പ്രാപിക്കുന്നത് നമ്മുടെ ഭാര്യയുടെ സാക്ഷ്യമാണ്. ഭാര്യ പറഞ്ഞത്, ചൊറിയെല്ലാം പിടിച്ച് ഇയ്യോബ് ഇരുന്നപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞു, അയ്യോ ഇനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത് കേട്ടോ. അവളാകെപ്പാടെ, ഇയ്യോബ് നല്ല സൗന്ദര്യവാനായിരുന്നപ്പോൾ, സ്വത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അങ്ങോട്ട് നോക്കാൻ ഒക്കത്തില്ല, ഭയങ്കര മൊഴയും. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭയങ്കര ചൊറി, എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇനി നിങ്ങൾ എന്തിനാ ഈ ദൈവത്തെ സേവിക്കുന്നത്? യഹോവയെ തേച്ചു പറഞ്ഞ് അങ്ങ് ചാകാനാ പറഞ്ഞു, ആത്മഹത്യ ചെയ്യാനാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ആ നിലപാട് കണ്ടോ? എന്റെ ഭർത്താവ് ഈ ലോകത്തിലും കാണണ്ട, വരുവാനുള്ള ലോകത്തിലും കാണണ്ട. പക്ഷെ ഒരു കാര്യമുള്ള സമ്മതിക്കുന്നത് എന്തറിയാമോ? നിന്റെ ഭക്തി ശരിയാ. അതാണ് നിന്റെ ഭക്തി. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വിഷയമാണ്, ഒന്നാമത് സാക്ഷ്യം പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്, രണ്ടാമത് പിശാചിന് സാക്ഷ്യം പ്രാപിക്കണം, മൂന്നാമത് അവനവന്റെ ഭാര്യമാരിൽ സാക്ഷ്യം പ്രാപിക്കണം. നാളെ അമ്മാമ്മ പറഞ്ഞ്, ഞങ്ങളുടെ അച്ഛൻ ചുമ്മാ കിടന്ന 5 വർഷം പറയാം, അതെ വെറുതെയാ, വീട്ടിലെല്ലാം ഇതുപോലെ. അതേ മുമ്പൊരിക്കല് ഒരു ഉപദേശി തന്നെ ഇടയ്ക്ക് നിങ്ങളുടെ ഉറക്കമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി, ഇന്ത്യൻ സമയം രാത്രി 9:15 മുമ്പൊരിക്കല് ഒരു ഉപദേശി ഭയങ്കര മുൻകോപിയാണ്. പക്ഷെങ്കിൽ പ്രൈസാൻ പക്ഷം നടത്താൻ തക്കണം പുള്ളിയെപ്പോഴും എടുക്കാൻ ആരുമില്ല. രാവിലെ ഭാര്യയായിട്ടൊരു വലിയ അലങ്കോലം ഉണ്ടായി, പിടിച്ച് കുടിച്ചിരുത്തി 2 ഇടി അങ്ങിടിച്ചു. എന്നിട്ട് ഇദ്ദേഹം ചർച്ചിലേക്ക് കടന്നുപോയി പെട്ടെന്ന് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട്, ഭാര്യ കൊണ്ടുപോയില്ല, ഉടുപ്പൊക്കെ ഇട്ട് അംബ്രലാക്കെ പിടിച്ചോണ്ട് അങ്ങ് ചർച്ചിൽ ചെന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഭാര്യ ഇടിയുടെ നൊമ്പരെല്ലാം മാറിയതിന് ശേഷം ഭാര്യ അതേ ചട്ടയും മുണ്ടും ഒക്കെ കൊടുത്ത് അതേ ബൈബിളൊക്കെ എടുത്ത്, പുള്ളിക്കാരത്തി മഴയുടെ ദിവസമായിരുന്നു, ഒരു അംബ്രലാക്കെ പിടിച്ച് ബൈബിളും വെച്ച് യോഗത്തിന് പെട്ടെന്ന് ചെന്നപ്പോഴേ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് സ്റ്റേജൊക്കെ കിടന്ന് തുള്ളുന്നു. ഇതെന്തൊരു കളിയാ, വീട്ടിൽ നിന്ന് നല്ല ഇടി ഇടിച്ചിട്ട് വന്നല്ലേ. ഈ പുള്ളിക്കാരൻ നേരെ സ്റ്റേജിന്റെ അരിക്കോട്ട് ചെന്നു, അച്ചായ ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു, ഞാൻ ഫുഡല്ല ഇവിടെ കൊണ്ട് തന്നെ തരാം, അച്ഛൻ വീട്ടോട്ട് വരണ്ട, വീട്ടിൽ വന്ന പ്രോബ്ലം നോക്കണമേ. ചിലര് ആലയത്തിൽ കിടന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഭയങ്കര തുള്ളിച്ചാണ്, വീട്ടിൽ പിശാചിനെ പോലെ, ആലയത്തിൽ ദൂതന്മാരെ പോലെ. നമ്മൾ അങ്ങനെ ആയാൽ പാടില്ല. അതേ ഇവിടെ നമ്മൾ വായിക്കുന്നു, അതേ ഇയ്യോബിന്റെ ഭാര്യയുടെ സാക്ഷ്യം നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അതേ നീയും അതേ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അങ്ങ് ചാകുക. നമ്മുടെ കോട്ട കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കാസൂക്ഷിക്കാനോ എൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതം നമ്മൾ കാസൂക്ഷിക്കണം. സാത്താൻ എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ജീവിതമാകുന്ന കോട്ട. ആരും നിന്നെക്കുറിച്ച് ഒരു ദോഷവും പറയാതെ, സകല വിരോധി നമ്മെ കൊണ്ടൊരു തിന്ന കളവായി പറയാതെ നിന്റെ കോട്ട കാത്തുകൊള്ളുക. മരണപര്യന്തം നമ്മുടെ കോട്ട കാക്കുവാൻ ആകട്ടെ. 2 തീമോഥെയോസ് 4:7-8 വായിച്ച് പൗലോസ് എന്താണ് പറഞ്ഞത്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നോട് പറയുന്ന ഒരു വാചകമാണ്, മകനെ തീമോഥെയോസേ, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, എന്റെ ഡിപ്പാർച്ചർ അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, തന്റെ മരണം ആയി സമയമായി എന്നത് എനിക്കറിയാം. എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം എന്റെ ഡിപ്പാർച്ചർ അടുത്തുന്ന. നമ്മളെല്ലാവരും നമ്മുടെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ. ചിലർക്ക് മരണം നേരത്തെ അറിയിക്കും. പൗലോസിന്
വ്യക്തമായിട്ട് അറിയാം എൻ്റെ മരണം അടുത്തിരിക്കുന്നു, എൻ്റെ ഡിപ്പാർച്ചർ. ഒരു ട്രെയിൻ അങ്ങോട്ട് യാത്ര പുറപ്പെടാൻ നേരത്ത് ഒത്തിരി പേര് യാത്ര അയക്കാൻ വരത്തില്ലേ, സകല സാധനങ്ങളും കയറ്റി ട്രെയിനായിട്ട് അതേ സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ ട്രെയിൻ പോകുന്നില്ലേ, അതാണ് ഡിപ്പാർച്ചർ. താമസിയാതെ നമ്മുടെ എല്ലാവരുടെയും ഡിപ്പാർച്ചർ ഓരോ ദിവസവും നടക്കും. എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. എന്നിട്ട് താൻ പറഞ്ഞ സാക്ഷ്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. അടുത്തതാണ് വിശ്വാസം കാത്തു. വിശ്വാസം കുറെ കൂടെ കെട്ടിപ്പണിതൊന്നല്ല, വിശ്വാസം എന്നെ ഏൽപ്പിച്ച വിശ്വാസം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു, അവനെന്റെ ഉന്നതി ആ ദിവസം വരെ കാപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. എൻ്റെ വിശ്വാസം ഞാൻ കാസൂക്ഷിച്ചു. ദൈവമക്കളെ, ഈ പ്രബോധനം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. കുറെ വിശ്വാസം കൂടെ കെട്ടിപ്പടുക്കാന്നുള്ളതല്ല. ദാവീദ് പറഞ്ഞിരിക്കുന്ന വിരുദ്ധമായിട്ട് കുറെ വിശ്വാസം കൊണ്ടുവന്ന് ജീവിതങ്ങളെ നരകത്തിലേക്ക് അയക്കുന്ന ആ വിശ്വാസമല്ല. പൗലോസ് പറഞ്ഞു, എന്നെ ഏൽപ്പിച്ച ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന എനിക്കറിയാം, ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്തായിട്ട് 1 തിമോഥെയോസ് 5:22 വായിച്ചേ. 1 തിമോഥെയോസ് 5:22. യാതൊരു തന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യമാന്റെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും വരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. തിമോഥെയോസിന് കൊടുക്കുന്ന ഒരു ദൂതാണ്. പൗലോസിന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായിരുന്നു തിമോഥെയോസ്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുതേ, വാക്കിലും നടപ്പിനും പ്രവൃത്തിയിലും വിശ്വാസത്തിലും മാതൃകയായിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാചകം, നിന്നെ തന്നെ നിർമ്മലനായി കാത്തു സൂക്ഷിക്കണം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തു പവിത്രനാണ്, നിർദോഷനാണ്, നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്ക രക്തമാണ് നമുക്ക് വേണ്ടി ഊറ്റി തന്നത്. ആ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ആകയാൽ നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. 3-ാം അധ്യായം വെളിപ്പാട് 3:8 വായിച്ചേ. ഞാൻ നിന്നെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. നോക്കട്ടെ, നമ്മളിവിടെ വായിക്കുന്നത് നീ എന്റെ വചനം കാത്തു. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതെ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, നീ അറിയുമില്ല. ഇവിടെ വായിക്കുന്നു, ഫിലിപ്പിയ സഭയോട് പറഞ്ഞു, നീ എന്റെ വചനം കാത്തു. വചനം കാത്തു. ദൈവത്തിന്റെ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വചനമാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മൾ 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തെന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. നമ്മൾ പ്രാപിക്കുകയും ചെയ്തതും അത് എന്താണെന്ന് ഓർത്ത് മാനസാന്തരപ്പെടണം. പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത്, അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർക്കുക എന്നുള്ള വിഷയത്തിൽ നമ്മൾ ചിന്തിപ്പാനായത്. ഇവിടെ വായിക്കുന്നത് കാത്തു സൂക്ഷിക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ചിന്തിക്കുന്നത് സർദീസ് സഭയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്ത നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്നും അറിയത്തില്ല. അടുത്ത 5-ാമത്തെ വിഷയം, മാനസാന്തരപ്പെടണം. എല്ലാവർക്കും മാനസാന്തരം ആവശ്യമാണ്. കർത്താവ് എല്ലാവരും മാനസാന്തരപ്പെടാൻ കൽപ്പിക്കുന്നു. സഭയ്ക്കും മാനസാന്തരം ആവശ്യമാണ്. സഭയിൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ മാനസാന്തരം ദിനം തോറും നടന്നു കൊള്ളേണ്ടതാണ്. പാപികൾ രക്ഷിക്കപ്പെടുവാൻ മാനസാന്തരപ്പെടണം. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അനുതാപം നമുക്കുണ്ടായിരിക്കണം. പാപങ്ങളെ ഏറ്റുപറയണം. അത് ദാവീദ് തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് അവൻ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു വന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതേ ദാവീദ് തന്റെ ജീവിതത്തിൽ അതേ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് തൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയത്തക്കണം ദൈവത്തോട് അപേക്ഷിച്ചു. അത് അവനോട് ക്ഷമിച്ചു. ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യപടിയാണ് മാനസാന്തരം. പാപത്തും തിരിഞ്ഞ് ദൈവിക ബന്ധത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മാനസാന്തരം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മനസ്സ് വഷളായിപ്പോയ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരുന്നതാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. മുടിയമ്പുത്രൻ പിന്മാറ്റത്തിൽ പോയി വന്നപ്പോൾ അവൻ തിരിച്ചു വന്ന സന്ദർഭത്തിൽ മാനസാന്തരപ്പെടുവാനിടയായി തീർന്നു.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയ സന്ദർഭത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഒരുപാട് ഗുണദോഷം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാപം എന്താണെന്ന് ചോദിച്ചാൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദുർനടപ്പിനെ അവര് സപ്പോർട്ട് ചെയ്യുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊടുന്ന് പോൽ എന്നാണ് വായിക്കുന്നത്. അത്രമാത്രം അധർമ്മം ദോഷം പ്രവർത്തിച്ച ഒരുത്തന് ആ സഭയിൽ അവനോട് ഗുണദോഷം കൊടുക്കാതെയോ അവൻ സഭയുടെ പ്രധാന ഭാഗം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു അനുതാപമില്ലാത്ത അവസ്ഥ. അതുപോലെ സഭ താണുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പൗലോസ് അവർക്ക് ലേഖനം എഴുതിയപ്പം പറഞ്ഞു, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവി. ആ പൗലോസിന്റെ ആ ഗുണദോഷം അവരുടെ ജീവിതത്തിൽ വലിയ ദുഃഖം വരുത്തി. എന്നാൽ 2 കൊരിന്ത്യർ 7-ാം അധ്യായം 8 മുതൽ ഉള്ള വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 8 മുതൽ. ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഞാൻ താത്തൊക്കെ വായിച്ചാൽ മതി, എഴുതിയിരുത്താൽ മതി. കാരണം അടുത്ത ലേഖനം എഴുതിയ സമയത്തേക്ക് ഈ ദുർനടപ്പ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി മാനസാന്തരപ്പെട്ടു. അവൻ സഭയിൽ വന്ന് ക്ഷമ ചോദിച്ചു, അവൻ അനുദപിച്ചു. അസം പൗലോസ് അങ്ങനെ ഒരു ലേഖനം എഴുതാതിരുന്നിരുന്നെങ്കിൽ കൊരിന്ത് സഭ പൂർണ്ണമായി നശിച്ചു പോയിനെ. എന്നാൽ ആ സഭയ്ക്ക് വലിയ ദുഃഖം ഉണ്ടായി. അവരെ ഒരുപാട് ശാസിച്ചു. ആ ലേഖനം അവരെ വളരെ വേദനിപ്പിച്ചു. അവർ പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്നു. അവർ മാനസാന്തരപ്പെട്ടു. ഈ ദോഷം പ്രവർത്തിച്ചവന് മാനസാന്തരപ്പെട്ട് അവൻ തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ 1-ാമത്തെ ലേഖനം ഞാൻ എഴുതി നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിലും അത് നിങ്ങൾക്ക് മാനസാന്തരത്തിനുള്ള വഴി ഉണ്ടാക്കാൻ തക്കവണ്ണം തീർന്നു. അത് ഈ ലേഖനം 2 വായിക്കുമ്പോൾ ആരെയും നമ്മൾ തള്ളിക്കളയാൻ തക്കവണ്ണം പാടില്ല. ഏതൊരു വ്യക്തി കൊടും പാപം ചെയ്താലും അവൻ തിരിഞ്ഞു വരുമ്പോൾ അവനെ ദൈവസന്നിധിയിൽ നമ്മൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ ദൈവം സ്വീകരിക്കും. അവന് സ്ഥാനം കൊടുത്ത് അനുതാപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ അംഗീകരിക്കുന്ന ഒരു അനുഭവമായിരുന്നു അപ്പോസ്തലനായ പൗലോസ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഈ 5 കൂട്ടം കാര്യം ഓർക്കാൻ പറഞ്ഞതിന് ശേഷം വിട്ടുപോയ ഒരു വിഷയമാണ്, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ 2-ാമത്തെ വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നിന്റെ പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തിയെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? പ്രവൃത്തിയിൽ ശുഷ്കാന്തി ഉള്ളവരാണോ? അത് ചുമ്മാ കിടന്ന് ഉറങ്ങുകയാണോ? അത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പേരിന് വേണ്ടി പറയുകയാണ്. ചിലർ പറയും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഒരു വാക്ക് പോലും ഓർത്ത് പോലും കാണത്തില്ല. അങ്ങനെ ഭംഗിവാക്ക് പറയുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിലയുള്ളതാണ്. അനേകർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് വ്യത്യാസം വരുത്തും. ഇയ്യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ആദ്യമേ ഇയ്യോബിന്റെ സ്ഥിതിക്കാണ് വ്യത്യാസം വരുത്തിയത്. അവന്റെ രോഗത്തെയാണ് ആദ്യം മാറ്റിയത്. അവന് നഷ്ടപ്പെട്ടു പോയതിനെല്ലാം തിരിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം തന്റെ സ്നേഹിതന്മാരുടെ മേൽ കോപം മാറാൻ വേണ്ടി അവരെ ശിക്ഷയിൽ നിന്ന് ദൈവം തമ്പുരാൻ ഒഴിവാക്കി. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആദ്യമേ ഇയ്യോബിന്റെ സ്ഥിതിക്കാണ് വ്യത്യാസം വരുത്തിയത്. മധ്യസ്ഥത വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ട് നമ്മുടെ സ്ഥിതിക്ക് ദൈവം തമ്പുരാൻ വ്യത്യാസം വരുത്തും. സഭയ്ക്കുള്ള ദൂതിൽ പ്രവർത്തിച്ച 3 നിലവാരം നമുക്ക് കാണാം. ഈ എഫെസോസ് സഭയും സർദീസ് സഭയും ഒക്കെ നമ്മൾ ചിന്തിച്ച് പഠിക്കുമ്പോൾ, ഒന്നാമത് 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഫെസോസിന്റെ പ്രവൃത്തി ഉന്നതിയിൽ തുടങ്ങിയതാണ്. വളരെ ഉന്നതി. നിങ്ങൾ ആ സഭയെക്കുറിച്ച് വായിച്ചു നോക്കി അറിയാം. വളരെ ഉന്നതമായ നിലവാരത്തിൽ നിന്നാണ് എഫെസോസ് സഭ ആരംഭിച്ചത്. എന്നാൽ ഉന്നതിയിൽ നിന്ന് അത് താഴേക്കായിരുന്നു. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതൊരു കുറ്റം. 7 കൂട്ടം കാര്യങ്ങൾ, ഞാൻ നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത, ഇതെല്ലാം അറിയുന്നു പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിട്ട് അവസാനം വന്നപ്പോൾ അവരോട് പറയുന്നത്, നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയി എന്നൊരു കുറ്റം. ഉന്നതിയിൽ നിന്ന് അവർ താഴോട്ട് പോയി. എന്നാൽ തുയത്തേര സഭ നോക്കി നമ്മൾ ഞാൻ പറഞ്ഞു വിടുക, 2-ാം അധ്യായം 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തുയത്തേര സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, നിന്റെ പ്രവൃത്തി ആദ്യത്തേതിൽ നന്നായിരുന്നു. ആദ്യത്തേതിൽ അവസാനത്തേതിൽ നിന്ന് അവരുടെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ മെച്ചമായിരിക്കത്തക്കൊണ്ണം തുയത്തേര സഭ അവരുടെ പ്രവൃത്തി നന്നായിരുന്നു. എന്നാൽ സർദീസിന്റെ കാലഘട്ടമായപ്പോൾ
അവരുടെ പ്രവൃത്തി അപൂർണമായിരുന്നു. ഞാൻ നിങ്ങളുടെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പൂർണ്ണത എന്നത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്. പൂർണ്ണത ദൈവത്തിന് മാത്രം. അത് നമ്മുടെ ദൈവം തന്നിൽ തന്നെ പൂർണ്ണനായ ദൈവം, പൂർണ്ണതയായ ദൈവമാണ് നമ്മുടെ ദൈവം കേട്ടോ. അവന്റെ പ്രവൃത്തികളും പൂർണ്ണതയുള്ളതാണ്. ആകാശം ഭൂമി സൃഷ്ടിച്ചു, അതേ സകല പ്രവൃത്തി. ഏതൻ തോട്ടം നിർമ്മിച്ചു, ദൈവം തമ്പുരാൻ ഉണ്ടാക്കി. നനപ്പാൻ തക്കവണ്ണം ഏതനിൽ നിന്നൊരു നദി പൊട്ടി പുറപ്പെട്ടു, 4 ശാഖകളായിട്ട് പറഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം പൂർണ്ണതയുള്ളതാണ്. നമ്മുടെ ദൈവം തമ്പുരാൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതാണ്. നമ്മളെ ഹൃദയം ശോധന ചെയ്യുമ്പോൾ നമ്മളെ പൂർണ്ണതയുള്ളതായി കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ അതേ താലന്തുകൾ തൻ്റെ ദാസന്മാർ കൊടുത്തിട്ട്, ഒരുത്തന് അതേ 5 താലന്ത്, ഒരുത്തൻ 2 താലന്ത്, ഒരുത്തൻ 1 താലന്ത് ഇത് കൊടുത്തിട്ട് പരദേശത്ത് പോയില്ലേ? നിങ്ങൾ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുവിൻ എന്നാണ് പറഞ്ഞത്. അവർ വിശ്വസ്തത പാലിക്കുമെന്ന് അറിയണമായിരുന്നു. അത് പരദേശത്ത് പോയി അവൻ വരാൻ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ അവർ ഉദ്ദേശിക്കാത്ത സമയത്ത് ആ യജമാനൻ വന്നു വരെ മുമ്പിൽ കൊണ്ടു നിർത്തി. 5 താലന്ത് ലഭിച്ചവൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ 5 താലന്ത് എത്തിച്ചു. ഞാൻ 5 താലന്ത് വ്യാപാരം ചെയ്ത് 10 താലന്ത് ഇരട്ടിയാക്കി. 2 താലന്തുള്ളവൻ 5 താലന്ത് കൂടെ നേടി. 1 താലന്തുള്ളവൻ പറഞ്ഞു, ഞാൻ നീ തന്ന താലന്ത് ഇവിടെ റൂമാലിക്കെട്ട് സൂക്ഷിച്ചു വെച്ചു. നീ കഠിന മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതേ 5 താലന്തുള്ളവനോട് പറഞ്ഞു, നീ 10 പട്ടണങ്ങൾക്ക് അവകാശിയാക്കുക. 5 താലന്ത് കൂടെ നേടിയില്ലേ? 2 നേടിക്കൊണ്ട് പറഞ്ഞു, നീ 5 പട്ടണങ്ങൾക്ക് അവകാശിയാക്കുക. 1 താലന്ത് കൊടുത്തിട്ട് ഒന്നും ചെയ്യാതെ, ഒന്നും പ്രവർത്തിക്കാതെ, ഒരു ട്രാക്ട് പോലും കൊടുക്കാതെ അവൻ റൂമാലിക്കെട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. വിതയ്ക്കാത്തുനിന്ന് കൊയ്യുന്ന കഠിന മനുഷ്യനാണെന്ന് ഞാൻ നിന്നെക്കുറിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് വായിക്കുന്നത്, ഇവന്റെ ഈ താഴ്ന്നൂടെടുത്ത് മറ്റവന് കൊടുപ്പീൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും ഇരുട്ടുള്ള മുറിയിലേക്ക് തള്ളിക്കളവി. നമ്മളെ വിധിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ആ പ്രവൃത്തി ശോധന ചെയ്യുമ്പോൾ അത് പൂർണ്ണതയുള്ളതായി കാണണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചിലരുടെ പണി എന്ന് പറഞ്ഞാൽ മരം പുല്ല് വൈക്കോൽ കൊണ്ടുള്ള പണിയാണ്. എല്ലാവരും കാണത്തക്കൊണ്ട് പെട്ടെന്നൊരു പണിയാണ്. ആ പണി കാഴ്ചയിൽ വലിയ വെള്ളിക്കായിരിക്കും. കാഴ്ചയിൽ ആ പണിയൊക്കെ വളരെ മനോഹരമായിരിക്കും. മരം, പുല്ല്, വൈക്കോൽ ഇതുകൊണ്ടുള്ള പണി അത് എളുപ്പത്തിൽ പണിയാണ്. എന്നാൽ ചിലര് പൊന്നെ വെള്ളി വിലയേറിയ കല്ല്, അത് കാഴ്ചയിൽ ചെറുതാണ്. എന്നാൽ ഇത് രണ്ടിനും ശോധന ഉണ്ടായി തീയിൽ കൂടി കടത്തിവിടുന്ന ഒരു സന്ദർഭമുണ്ട്. തീയിൽ കൂടി കടത്തിവിടുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് കർത്താവ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചാണ്. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കോണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. മരം, പുല്ല്, വൈക്കോൽ ഇവകളാൽ പണിത പേലയുണ്ടല്ലോ, തീ കൂടെ കേട്ടിട്ട് ടൊം എന്നൊരു ഒച്ച കേട്ടു. അത് മുഴുവൻ വെന്തുപോയി. അതിന് നിലനിൽപ്പില്ലായിരുന്നു, അതിന് പൂർണ്ണതയില്ലായിരുന്നു. എന്നാൽ പൊന്നെ വെള്ളി ഇവ കൊണ്ട് ശ്രേഷ്ഠകരമായ കല്ലുകൊണ്ട് പണിത ആ പണികൾ തീയിൽ കൂടെ കയറ്റിവിട്ടപ്പോൾ അതിന്റെ മാറ്റ് കുറച്ചുകൂടെ വർദ്ധിപ്പാൻ തക്കവണ്ണം തോന്നി. അവർ രക്ഷപ്പെടുവാൻ തക്കവണ്ണം തോന്നി. അതൊക്കെ നിലനിൽക്കുന്നതായിരുന്നു, മറ്റൊരു നിലനിൽക്കുന്നല്ലായിരുന്നു. നമ്മുടെ പ്രവൃത്തി ദൈവം ശോധന ചെയ്യുന്നു. യിരെമ്യാ പ്രവചനം 48:10 വായിച്ച്. യിരെമ്യാ 48 ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോട് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞ വാചകമാണ്. നമ്മളെപ്പോഴും ഉത്സാഹികളായിരിക്കണം, ഉദാസീനത കാണരുത്. അതേ നമ്മുടെ കർത്താവ് എപ്പോഴാണ് വിശ്രമിച്ചത്? നമ്മുടെ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം നമ്മൾ വായിക്കുന്നില്ലേ? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. ആഹാരം കൈക്കൊണ്ടിട്ട് ഗുരു കഴിച്ചാലെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, അതേ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 30-ാമത്തെ വാക്യാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതേ പിറവിയിലെ കുറിനെ കണ്ടപ്പോൾ 9-ാം അധ്യായത്തില് ഇവന്റെ പാപനിമിത്തമാണോ, ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപനിമിത്തമാണോ ഇവനിങ്ങനെ ആയിപ്പോയത്? കർത്താവ് പറഞ്ഞു, ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപനിമിത്തമല്ല, ഇവന്റെ പാപനിമിത്തമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നു. നമ്മുടെ പ്രവൃത്തിയുള്ളോ ശോധന ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആർക്കും ദൈവത്തിന്റെ പ്രവൃത്തി ഇവന് വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. കാരണം ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് അതേ അലസന്മാരെ
വിളിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും നിലയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെയാണ് കർത്താവ്, വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരൊക്കെയാണ് കർത്താവ് വിളിച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് ഉണ്ടെന്ന്. നിങ്ങൾ വന്നവരൊക്കെ യെരമ്യാവിനെ നോക്കാൻ, അവൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനായിരുന്നു, ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നവനാണ്. എലീശയെ വിളിച്ചില്ലേ, അവന്റെ ജോലി എന്തായിരുന്നു? കണ്ടം പൂട്ടുന്നവനായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളെ വിളിച്ച് ദൈവം കർത്താവിന്റെ വേലയ്ക്ക് ഉത്സാഹത്തോടെ ചെയ്യുന്നവരെ കർത്താവ് വിളിച്ച് ചുമതല ഏൽപ്പിക്കുന്ന ഭാഗങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. സതീശന്റെ സഭയോട് നോക്കിയപ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ സന്നിധിയിൽ പൂർണ്ണതയായി കണ്ടില്ല. 2 ദിനവൃത്താന്തം 31:20-21 വായിച്ചേ. 2 ദിനവൃത്താന്തം ഇവണ്ണം ചെയ്തു. തന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു. അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തന്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായി. ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായി തീർന്നു. അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ദൈവം തമ്പുരാൻ അനുകരിച്ചിരിക്കുന്നത്. ഉത്സാഹത്തോടെ ഉദാസീനതയോടെ കർത്താവിന്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്നൊരു ഏൽപ്പിച്ചല്ലേ സഭായോഗത്തിന് പോകണം, രാവിലെ സമയമായപ്പോൾ ഒന്ന് എഴുന്നേറ്റ് കുളിച്ച് ഓടിപ്പോയി അന്നേരം കിട്ടിയൊരു സങ്കീർത്തനം വായിച്ചു. അങ്ങനെ ഉദാസീനതയോടെ അല്ല ചെയ്യേണ്ടത്. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ 2 പേരെ ഉള്ളെങ്കിലും വിശ്വസ്തതായിട്ട് പാലിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക ഉത്സാഹിയുടെ മടിയിൽ ഇഷ്ടം പോലെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് സദൃശവാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1:10 വായിച്ചേ. ഇയ്യോബ് 1:10. ഓക്കെ, ദൈവം അവന്റെ മുഖത്തെ ആദരിച്ചു, കാരണം അവൻ ചെയ്യുന്ന പ്രവൃത്തി. ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ്, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവമാണ് നമ്മുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ദൈവം തമ്പുരാൻ സർദീസ് സഭയിലേക്ക് നോക്കിയപ്പോൾ, നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത സമയത്ത് ഞാൻ ഇനി പറഞ്ഞു വിടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ കർത്താവ് അവർക്ക് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, കേട്ടോ, പുതുഭാഷകൾ സംസാരിക്കും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ പുറപ്പെട്ടു. അവൻ ഇരുന്നു, അവർ പുറപ്പെട്ടു. ഇനി പ്രവൃത്തി ചെയ്യണം, സകല ചുറ്റോട് സുവിശേഷം അറിയിക്കണം. കാരണം കർത്താവ് തന്റെ സകല പ്രവൃത്തിയും തികച്ച് പൂർത്തീകരിച്ചിട്ടാണ് സകലവും നിവൃത്തിയായി എന്നല്ലേ പറഞ്ഞത്. തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി താൻ തികച്ചു, കേട്ടോ. പ്രവർത്തിച്ചതിന് ശേഷം താൻ പിതാവിന്റെ വലത്തുഭാഗത്ത് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അവർ പുറപ്പെട്ടു. ഇനി ഇവർ പുറപ്പെട്ടേ ഒക്കത്തുള്ളൂ. കർത്താവിന് തുറന്നുള്ള പ്രവൃത്തി ചെയ്യുവാൻ ദൈവം തമ്പുരാൻ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ പ്രവൃത്തി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങളുടെ മധ്യത്തിനും പ്രവർത്തിക്കുന്നവൻ കർത്താവ് അവർക്ക് പ്രേരണ നൽകി അപ്രകാരം പ്രവർത്തിപ്പാൻ കൊണ്ട് ദൈവം തമ്പുരാൻ ഇടയാക്കി. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന പ്രവൃത്തി, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ താൻ പ്രാർത്ഥിച്ചൊരു വാക്യം ഇങ്ങനെയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഏത് വിഷയം താൻ പറയുകയുണ്ടായി. താൻ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ അത് യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മർക്കോസിന്റെ മാളിയിലെ പ്രബോധനമാണ്. അവിടെ വെച്ചാണ് പെസഹായും തിരുവത്താഴും ഒക്കെ നടത്തിയത്, പാദം കഴുകലൊക്കെ നടത്തിയത്. അതേ ഈ പ്രബോധനം മത്തായി, മർക്കോസ്, ലൂക്കോസിൽ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല. ഈ മഹാപുരോഹിത പ്രാർത്ഥനയും കാണാൻ തക്കൊണ്ട് കഴിയുന്നില്ല. ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ താൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് സംസാരിച്ചിട്ട് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി. ലോകത്തിനും കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇത് സംസാരിച്ചിട്ട് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് പറയുകയാണ്, നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. യോഹന്നാൻ 4:34 എന്നെ അയച്ചവന് ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഗ്രഹം.
അതേ എൻ്റെ ആകാരം. സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വാക്യം എഴുതിയെടുത്തോളൂ. ഞാൻ ഈ വാക്യങ്ങളെല്ലാം അത് നമ്മുടെ അഗാപ്പെ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സമാഗമന കൂടാരം പൂർത്തിയാക്കി മോശ. അവിടെ ഇരിക്കുന്ന ഇങ്ങനെ മോശ തന്റെ പ്രവൃത്തി സമാപിപ്പിച്ചു എന്നാണ് ഇരിക്കുന്നത്. തന്റെ പ്രവൃത്തി, ഈ കൂടാരത്തിന്റെ പണി ഇവിടെ അമേരിക്കയില് അതേ രാജ്യത്ത് കുറച്ചു ദൂരം യാത്ര ചെയ്താൽ അവിടെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സമാഗമന കൂടാരം പണിത് വെച്ചിട്ടുണ്ട്. അത് വലിയൊരു കാഴ്ചയാണ്, വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അന്നത്തെ മഹാപുരോഹിതന്മാരൊക്കെ നിന്ന വേഷത്തിൽ അന്നത്തെ അതേ നിലയിൽ സമാഗമന കൂടാരം അത് വലിയ പണിത്, വർഷങ്ങൾ കൊണ്ട് പണിത്, അത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പണം ഒഴുകുകയാണ് അവിടെ. ഇവിടെ നമ്മൾ വായിക്കുന്നു പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു. പ്രവൃത്തി. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. നമ്മുടെ പ്രവൃത്തി തികച്ചു കഴിയുമ്പോഴാണ്, നമ്മുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിയുമ്പോഴാണ് ദൈവം തമ്പുരാൻ തന്റെ തേജസ് അയക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മൾ ഏൽപ്പിച്ച പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസ്തരാണോ? സർവീസ് അവിടെ പറയാണ്, നിന്റെ പ്രവൃത്തി എന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസ്ഥാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. നോക്കണമേ, ദാനിയേൽ എന്ന് പറയാ. അദ്ദേഹം ഒരു ഉദാസീനതയുള്ള വ്യക്തിയല്ലായിരുന്നു. പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞപ്പോഴും പ്രാർത്ഥിച്ചവനാ. കാരണം ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു. തന്റെ ജീവിതം കാത്തു സൂക്ഷിച്ച ദാനിയേലിനോട് ദൈവം പറയാണ്, നീയോ ദാനിയേലേ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, യുഗാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി വായ്പാൻ നീ എഴുന്നേറ്റ് വരും. എത്ര നല്ലൊരു വാചകമാണ്. ചിലർ പറയും അത് കഴിഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന്. എന്തെങ്കിലും ചെയ്തിട്ടാണോ പോകുന്നത്? കർത്താവ് ഏൽപ്പിച്ച താഴ്ന്നത് അത് വ്യാപാരം ചെയ്തിട്ടുണ്ടോ? ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന് സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നീയോ ദാനിയേലേ പോയി വിശ്രമിക്ക്, നീ ഇത്രയും നാളും പ്രവർത്തിച്ചു, അതെല്ലാം പൂർണ്ണതയുള്ളതാണ്. ഇനി നിനക്കൊരു ഓഹരിയുണ്ട്, അത് യുഗാവസാനത്തെങ്കിൽ കാലാവസാനത്തെങ്കിൽ അത് പ്രാപിക്കാൻ നീ എഴുന്നേറ്റ് വരുന്ന ഒരു സന്ദർഭമുണ്ട്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവേഷ്ടം അതേ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കാൻ ദൈവവചനം പറയും. അത് നമ്മൾ ചെയ്യുന്നവോ ദൈവേഷ്ടം മനസ്സോടെ ചെയ്യണം. അത് മനുഷ്യരെ, എഫെസ്യ ലേഖനം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ, അത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കുവാൻ ദൈവത്തിന്റെ വചനം ശക്തിയോടെ പറയുന്നു. സെക്രിയ 4:10 വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ അവന്റെ പ്രവൃത്തികളെ, സെക്രിയാവിന്റെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് സെക്രിയ പ്രവചനം പ്രവചിച്ചിരിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനെ പണിയും എന്ന് പറയുമ്പോൾ അവൻ തൂക്കട്ട പിടിച്ചിരിക്കുന്ന ആ തൂക്കട്ട ഉണ്ടല്ലോ, ദൈവത്തിന്റെ 7 കണ്ണും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അതേ ദർശനത്തോടെ കാഴ്ചയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ തൂക്കുന്ന തൂക്കം, നമ്മൾ അളക്കുന്ന അളവുകൾ തൂക്കത്തിന് എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നുണ്ടോ? അതേ ദൈവത്തിന്റെ ആലയം പണിതുകൊണ്ടിരിക്കുകയാണ്, തൂക്കട്ട പിടിച്ചിരിക്കുന്നത് ഉദാസീനതയോടെയാണോ? ദൈവം തമ്പുരാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ അതേ നിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് നമ്മളെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം. ഇനി അടുത്ത വാക്യം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ പ്രശംസയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വാക്യം 4. ഈ ഭാഗം ഇന്നുകൊണ്ട് 20 മിനിറ്റ് കൊണ്ട് അവസാനിക്കാൻ പോവാണ് ഈ ഭാഗം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. കേട്ടോ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിൽ പോലും ഉണ്ടെന്ന് അതിന്റെ ശരിയായ തർജ്ജമ. ഉടുപ്പ് എല്ലായിടത്തും ഒരു ശേഷിപ്പുണ്ട്. എല്ലായിടത്തും സഭ മാലിന്യമായിരിക്കുന്ന കാലഘട്ടത്തിലും ഒരു ശേഷിപ്പിന് ദൈവം വേർതിരിച്ചിരിക്കുന്നു. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ, ദൈവം നമ്മുടെ ഉടുപ്പ് മലിനമാകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം ഞാൻ വാക്യങ്ങൾ പറഞ്ഞു വിടാം, കാരണം അതേ വായിക്കുമ്പോൾ 2-3 പേർ ഒന്നിച്ച് വായിക്കുന്നുണ്ട്, എനിക്കത് തിരിയുന്നുമില്ല. യാക്കോബ് 1:27 വായിക്കുമ്പോൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളണം.
ബാക്കി എഴുതിയെടുത്തോ. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കളങ്കം പറ്റാൻ തക്കുന്ന സാധ്യതയുണ്ട്. എന്നാൽ അത് കളങ്കം പറ്റും. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ഉൽപ്പത്തി 18-25 വാക്യം വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. കർത്താവെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നിങ്ങൾ വാക്യങ്ങൾ എഴുതിയെടുക്കണേ. നമ്മുടെ പരീക്ഷയിൽ അത് പ്രയോജനപ്പെടും. നിങ്ങളുടെ സുവിശേഷ വേലയിൽ അത് പ്രയോജനപ്പെടും. ഈ പ്ലാറ്റ്ഫോമിൽ പങ്കൊള്ളുന്ന ചില കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ബൈബിൾ ക്ലാസ് അവർക്ക് പ്രയോജനപ്പെടും. എൻ്റെ വെളിപ്പാട് ദിവസത്തെ ക്ലാസ് കൊണ്ട് അനേകർ ദൈവവേലയ്ക്ക് ഇറങ്ങിയ അനുഭവങ്ങൾ എനിക്കറിയാം. ഇന്ന് അമേരിക്കയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഈ വെളിപ്പാട് ദിവസത്തെ ക്ലാസ് മുഖാന്തരം അനേക സുവിശേഷ വേലക്കാർ കർത്താവിലേക്ക് വയൽ പ്രദേശത്തേക്ക് ഇറങ്ങുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അബ്രഹാം സോദോമിന് വേണ്ടി മധ്യസ്ഥ വഹിച്ചു. 50 നീതിമാന്മാരുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ് നശിപ്പിക്കില്ല. 45 ഉണ്ടെങ്കിലോ നശിപ്പിക്കത്തില്ല. 40 ഉണ്ടെങ്കിലോ അവസാനം വന്ന് 10 പേരെ ഉണ്ടെങ്കിലോ അബ്രഹാം ഒരു കണക്ക് കൂട്ടി. കാരണം ലോത്തല്ലേ, അവൻ വളഞ്ഞുപോയ നീതിമാനാണ്. അവന്റെ പെമ്മക്കളുടെ കല്യാണമൊക്കെ ഉറച്ചിരിക്കുകയാണ്. അപ്പം നിശ്ചയമായിട്ടും 10 പേര് കാണാതിരിക്കത്തില്ല. കാരണം 2 പെമ്മക്കള്, അവരുടെ മരുമക്കള് 4 പേര്, അവരുടെ അമ്മായിപ്പനും അമ്മായിമ്മയും 2 പേരുടെയും വെള്ളാട് വന്നപ്പോൾ 8 പേര്, പിന്നെ ലോത്തും ഭാര്യയും 10 പേര്. പുള്ളി ഒരു കണക്ക് കൂട്ടി 10 പേരെങ്കിലും കാണും എന്നുള്ള ഒരു വിശ്വാസം അബ്രഹാം വന്നപ്പോൾ അവിടെ അങ്ങ് നിർത്തി. എൻ്റെ ചേട്ടന്റെ മോനല്ലേ, അവനവിടെ പോയി ചുമ്മാ ഇരിക്കത്തില്ല, അവൻ പ്രവർത്തിച്ചു കാണും. അവൻ പെമ്മക്കളെ കല്യാണം ആലോചിച്ചെങ്കിൽ രക്ഷിക്കപ്പെട്ടവന്മാരുമായിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ലോകത്തിന്റെ 2 പുത്രിമാരും 2 മരുമക്കളും, പിന്നെ അവരുടെ അമ്മായിപ്പന്മാരും അമ്മായിമ്മമാരും 8 പേര്, ലോത്തും ഭാര്യയും 10 പേര് നിർത്തി. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഏതൊരു സ്വത്രം. അവിടെ ലോത്തിന്റെ പ്രവൃത്തി പൂജ്യമായിരുന്നു. എങ്കിലും ആ വളഞ്ഞു പോയെങ്കിലും ദൈവം അവനെ നശിപ്പിച്ചില്ല. ദുഷ്ടന്മാരുടെ ഇടയിൽ നീതിമാൻ ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം അറിയുകയും അവരെ വിടുവിക്കുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ. സോദോമിൽ ഒരൊറ്റ വ്യക്തിയാണ് കിട്ടിയത്, അത് ലോത്ത്. അവൻ വളഞ്ഞു പോവുകയും ചെയ്തു. നമ്മൾ 1 പത്രോസിൽ വായിക്കുന്നു, അവൻ വളഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം ഭാഗ്യവാന്മാർ എന്നുള്ള പദം പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യം. അതിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. 2-ാമത് 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഈ പ്രവചനം വായിച്ചു കേൾപ്പിക്കുന്നതിനും കേൾക്കുന്നവനും അതിലെത്തിക്കുന്നതിനും പ്രമാണിക്കുന്നതിനും ഭാഗ്യവാന്മാർ. 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. 16-ാം അധ്യായം 15-ാമത്തെ വാക്യവും ഒക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് അവിടെ എല്ലാം 16-ന്റെ 15, 19-ന്റെ 9, 20-ന്റെ 6, 22-ന്റെ 9, 20-ന്റെ 14 7 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. 1-ന്റെ 3, 14-ന്റെ 13, 16-ന്റെ 15, 19-ന്റെ 9, 20-ന്റെ 6, 22-ന്റെ 9, 20-ന്റെ 14 ഇവിടെ എല്ലാം അതേ ഭാഗ്യവാന്മാർ എന്നുള്ള പദം പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്. വെളിപ്പാട് പുസ്തകം 7-ന്റെ 14 വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവിടെ വായിക്കുന്ന വാചകം എന്തെന്നറിയാമോ? അതേ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ, ഉടുപ്പ് മലിനമാകാത്ത അവരെ കുറിച്ച്, അങ്ങനെയുള്ള വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ കുരുത്തോല പിടിച്ച ഒരു മഹാപുരുഷാരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. മഹോദരകാലത്ത് രക്ഷിക്കപ്പെടുന്ന മഹാപെണ്ണിൽ കൂടി കടന്നു പോകുമ്പോൾ രക്തസാക്ഷിയായിട്ട് മരിക്കുന്ന ഒരു വലിയ പുരുഷാരമാണ് ഈ കുരുത്തോല പിടിച്ച മഹാപുരുഷാരം. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പറയാം. അത് സഭയിൽപ്പെട്ട ആൾക്കാരല്ല. മഹോദരകാലത്തിൽ അത് രക്തസാക്ഷിയായിട്ട് മരിക്കുന്ന അന്ത്യക്രിസ്തുവിന്റെ പട്ടാളക്കാർ, അവന്റെ പ്രതിമയെ നമസ്കരിക്കാതിരിക്കുന്നവരുടെയും അവന്റെ മുദ്ര ഏൽക്കാതിരിക്കുന്നവരെയും കൊന്നുകളയുന്ന രംഗം, കൂട്ടക്കൊല നടക്കുകയാണ്. അവരുടെ ആത്മാക്കൾ സ്വർഗത്തെത്തി കുരുത്തോല പിടിച്ച ഒരു മഹാപുരുഷാരത്തെ കാണിക്കുന്നു. അവരെ കുറിച്ച് വായിക്കുന്നത്, ഇവർ ആരെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അവർ വെളുപ്പിച്ചിരിക്കുന്നു. ഉടുപ്പ് മലിനമാകാത്തവർ. നമ്മുടെ ഉടുപ്പ് മലിനമാക്കരുത്. വെളിപ്പാട് 16-ന്റെ 15 വായിക്കുമ്പോൾ തന്റെ ലജ്ജ കാണുമാറ് നഗ്നരായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. തന്റെ ലജ്ജ കാണുമാറ്.
കേട്ടോ. നഗ്നരായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളണം. ഇന്ന് രാത്രികാലം നമ്മുടെ ഉടുപ്പുണ്ടല്ലോ, സൂക്ഷിക്കണം. അതേ ചള്ള പറ്റാതെ നമ്മൾ സൂക്ഷിക്കണം. അഥവാ ചള്ള പറ്റിയാൽ അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ സ്വീകരിച്ചു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇനിയും വെളിപ്പാട് പുസ്തകം 22:14 വായിക്കുമ്പോൾ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ വസ്ത്രം നമ്മൾ അലക്കണം കേട്ടോ. വസ്ത്രം അലക്കണം. ഒരു ദിവസം നമ്മൾ ഇട്ടിരുന്ന തുണി അത് അന്നേരം തന്നെ വേർപ്പുണ്ട്. പ്രത്യേകിച്ച് നാട്ടിലെ ചൂട്, ഇവിടെ ഇപ്പൊ ചൂടാണ്, അത് വേർപ്പുണ്ട്, നാറ്റം വരും. നമ്മളത് വെച്ചോണ്ടിരിക്കുമോ? അതട്ട് അലക്കും. ദൈവത്തിന് സ്വന്തം തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 22:14. ലോകത്തിന്റെ മാലിന്യമാണ് വിശ്വാസികളുടെ ജീവിത വസ്ത്രം മോശമാക്കി കളയുന്നത്. ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസോട് പറയാണ്, കുറെ പേർ സർദീസ് നിനക്കുണ്ട്. നമ്മുടെ സഭകളിൽ എപ്പോഴും ജീവിതം കാസൂക്ഷിക്കുന്നവരെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. സർദീസ് സഭ മുഴുവൻ അതേ മലിനമായി പോയപ്പോൾ കുറച്ചു പേര്, അവിടെ ഒരു ചെറിയ കൂട്ടം അവരുടെ വസ്ത്രം കാത്തു സൂക്ഷിച്ചു. യോസേഫിന്റെ ജീവിതത്തിൽ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ തന്റെ ജീവിതം കളങ്കപ്പെടുത്തുവാൻ ശ്രമിച്ച പൊത്തിപ്പേറിന്റെ ഭാര്യ നിങ്ങൾക്ക് അറിയാമല്ലോ. അവന് തന്റെ പുറമെയുള്ള വസ്ത്രം ഇട്ടുവെച്ച് ഓടിപ്പോയി. അവൾ സാക്ഷ്യത്തിന് വേണ്ടി അത് സൂക്ഷിച്ചു വെച്ചു. അവന്റെ ജീവിതത്തിൽ കളങ്കം പറ്റാതെ, ആ വസ്ത്രത്തിന്മേൽ ചെളി പറ്റാതെ അവൻ സൂക്ഷിച്ച ഒരു മഹാനായ വ്യക്തിയാണ് യോസേഫ്. തന്റെ പിതാവ് അവനെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നു, യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരു നരിയെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. വില്ലാളികൾ അവനെ എയ്തു, അവനെ വിഷമിപ്പിച്ചു, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. എന്നിട്ട് എനിക്ക് നത്തുവാരി എന്താ അറിയാമോ? അവൻ യാക്കോബിന്റെ വല്ലവന്റെ കയ്യാൽ ബലപ്പെട്ടു. സാമർത്ഥ്യത്താലല്ല കേട്ടോ, ഇസ്രായേലിന്റെ ഇടയന്റെ നാമത്താൽ ബലപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ പറഞ്ഞൊരു വാചകം, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എന്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും. അവന്റെ ജീവിതമാകുന്ന വസ്ത്രം അവൻ കാസൂക്ഷിച്ചു. പുറമേയുള്ള വസ്ത്രം പൊത്തിപ്പറിന്റെ ഭാര്യ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. എന്നാൽ അവന്റെ ജീവിതത്തെ തൊട്ട് കളിക്കാൻ അവൻ അനുവാദം കൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. ജീവനിലേക്കുള്ള പാത ഇടുങ്ങിയ പാതയാണ് കേട്ടോ, ഇടുങ്ങിയ പാത. ആ വാതിൽ കൂടി കടക്കുന്നത് അത് ഇടുക്കമുള്ള വാതിലാണ്. അതിൽ കടക്കാൻ തക്കണം വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിൽ കൂടെ കടക്കുന്നവര് അതേ ദൈവത്തിന്റെ സന്താനത്തിലേക്ക് കൈക്കൊള്ളപ്പെടാൻ തക്കൊണ്ടായിട്ട്. സർദീസിൽ നിനക്കുണ്ട് എന്നതിന്റെ ശരിയായ അർത്ഥം സർദീസിൽ പോലും ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുവാൻ ശത്രു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മതരായിരിക്കും, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ചുറ്റിത്തിരിഞ്ഞടക്കുന്നു. ജീവിത വസ്ത്രം മലിനമാക്കുന്നതിന് പല കാരണമുണ്ട്. ജീവിതമാകുന്ന വസ്ത്രം മലിനമാകുന്നതിന് പല കാരണമുണ്ട്. യൂദായുടെ ലേഖനം 23-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. ജഡത്താൽ കറ പിടിച്ച് അങ്കി എഴുതിയിട്ടുണ്ട്. യൂദായുടെ ലേഖനം ചുരുങ്ങിയ ഒരു ലേഖനമാണ്, 25 വാക്യമുണ്ട്. എന്തോ ഒരു തകർപ്പൻ ലേഖനമാണെന്ന് അറിയാമോ? യാക്കോബിന്റെ ലേഖനം എന്തോ ഒരു തകർപ്പനാണ്. ഇവര് സഹോദരന്മാരാ, അല്ലാതെ യൂദ കെട്ടിയാത്ത യൂദയല്ല, യേശുവിന്റെ സഹോദരനാണ് യൂദ. യാക്കോബിന്റെ ലേഖനം യേശുവിന്റെ സഹോദരനാണ്. അവർ രണ്ടുപേരും കർത്താവിനെ ഈ ലോകത്തിലായിരുന്ന സമയത്ത് വിശ്വസിക്കാതിരുന്നവരാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 4-ാമത്തെ വാക്യം, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല എന്ന് വായിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് യാക്കോബിന് തന്നെ യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. യേശുവിന്റെ സഹോദരനാണ് ആ യാക്കോബ്. അന്ന് കർത്താവിന് വേണ്ടി അടിത്തറ വെച്ച് ഇറങ്ങിത്തിരിച്ച് യാക്കോബിന്റെ ലേഖനം വായിച്ചു നോക്ക്. അവൻ വലിയൊരു മിഷണറിയായി മാറുവാൻ തക്കൊണ്ടായിട്ടുണ്ട്. അവനെ അന്നത്തെ ശത്രുക്കൾ ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ മോളിൽ കൊണ്ട് കയറ്റി നിർത്തി. യേശുവിനെ തള്ളി പറയൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴെ ഇടൂ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ താഴെ ഇട്ടോളാൻ പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് യാക്കോബ് ഒരു പ്രസംഗം ചെയ്തു, യേശുവിന്റെ സഹോദരനാ. കേട്ടോ, ഞാൻ യേശുവിന്റെ സഹോദരനാണെന്ന് പറഞ്ഞാൽ ലേഖനം എഴുതിയത്, ഞാൻ യേശുവിന്റെ ദാസനാ. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അവനോട് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ യേശു ക്രിസ്തുവിനെ കണ്ട കാര്യം, എനിക്ക് പ്രത്യക്ഷപ്പെട്ടവനാണ് യേശു, ഞാൻ നേരിട്ട് കണ്ടവനാണ്. നമ്മൾ യാക്കോബിന് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. യാക്കോബിന് തൂണായിട്ടാണ്
ഗലാത്യയിലെ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഇടയിൽ നല്ല സ്ഥാനമുണ്ടായിരുന്നു. യേശുവിന്റെ സഹോദരൻ അവനെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ ഇട്ട് അവൻ രക്തസാക്ഷിയായിട്ട് മരിക്കുകയായിരുന്നു. ആ യൂദായെ കുറിച്ച് പറയുന്നത് ജഡത്താൽ കറ പിടിച്ച അങ്കി കേട്ടോ. ജഡത്തിന്റെ സ്വഭാവം കൊണ്ട് നമ്മുടെ അങ്കി കറ പറ്റിപ്പോകും. ആദിമ നൂറ്റാണ്ടിൽ സഭയിൽ അനേക ദുരുപദേശങ്ങൾ കടന്നു വരികയുണ്ടായി. യൂദായും അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെയും കാണാം അതേ സഭയിൽ എങ്ങനെയാണ് അതേ ഈ ദുരുപദേശങ്ങൾ കടന്നു വന്നത്. തുയത്തേര സഭയിൽ ഈ സഭയിൽ ആന്ന് പറയുന്ന സ്ത്രീ സഭയെ മാലിന്യമാക്കി. നമ്മുടെ ഈ കാലത്തും ദുരുപദേഷ്ടക്കന്മാർ വർദ്ധിച്ചു വരിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭ മാലിന്യമായി പോകാതെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ മലിനമാകാതെ കാത്തു സൂക്ഷിക്കുകയും അത് ദിനം പ്രതി കഴുകുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് സഹോദരിമാരും ആ വാക്യം മാത്രം ഒന്ന് വായിക്കാൻ തക്കണം സഹായിക്കണം. അതേ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം ആദ്യം വായിച്ചു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ 5 കൂട്ടം മരിപ്പിക്കണം. 5 കൂട്ടം കാര്യം മരിപ്പിക്കണം. ഇനി 5 കൂട്ടം കാര്യം വിട്ടുകളയണം. നിങ്ങൾ ആ കൊലോസ്യ ലേഖനത്തിന് ഈ വാക്യങ്ങൾ കുറിച്ചുകൊണ്ട് ഇവർ 5 കൂട്ടം കാര്യം മരിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രം മാലിന്യപ്പെട്ടു പോകും. 8-ാം അധ്യായം 12-ാം വാക്യം. അല്ല 8-ാം വാക്യം. ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. 5 കൂട്ടം കാര്യം ഭരിപ്പിക്കണം. 5 കൂട്ടം കാര്യം വിട്ടുകളയണം. ഇതൊക്കെ ഞാൻ മണിക്കൂറെടുത്ത് സംസാരിക്കുന്ന ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പറ്റാവുന്ന 5 കൂട്ടം കാര്യം വിട്ടുകളയുക. 5 കൂട്ടം കാര്യം ഭരിപ്പിക്കുക. 5 കൂട്ടം കാര്യം വിട്ടുകളയുക. ഇനി 12-ാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. നോക്കണം, ഈ 5 കൂട്ടം കാര്യം ധരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. പരീക്ഷയ്ക്ക് വരുന്നത് കേട്ടോ. എന്തൊക്കെ ഭരിപ്പിക്കണം? 5 കൂട്ടം കാര്യം ഭരിപ്പിക്കണം. 5 കൂട്ടം കാര്യം വിട്ടുകളയണം. അങ്ങനെ വിട്ടുകളഞ്ഞിട്ട് ഇരുന്നാൽ മതിയോ? 5 കൂട്ടം കാര്യം ധരിക്കുകയും ചെയ്യണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദയ, മനസ്സലിവ്, ഇവയെല്ലാം നമ്മൾ ധരിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ് നമ്മൾ കേട്ടോ. ആകയാൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റതായി ഞങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഉടുപ്പ് ധരിക്കുന്ന പോലെ ക്രിസ്തു നമ്മൾ ധരിച്ചിരിക്കണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ ലോകത്തിന്റെ സ്നേഹം അത് വ്യഭിചാരമായിട്ടാണ് യാക്കോബ് പറയുന്നത്. ലോക സ്നേഹം വ്യഭിചാരമായിട്ടാണ്. അത് കളങ്കം പറ്റിയതിനെ കുറിച്ചാണ് യാക്കോബ് സംസാരിക്കുന്നത്. സെക്കര്യാ പ്രവചനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങൾക്ക് നേരത്തെ വായിക്കാമോ? സെക്കര്യാ 3:3. യോശുവ പുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. നോക്കണമേ, യോശുവ പുരോഹിതൻ ദൈവത്തിന്റെ സ്ഥാനാപതി ദൈവത്തിന്റെ ആലയത്തിൽ വന്നപ്പോൾ മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നത്. മുഷിഞ്ഞ വസ്ത്രം. ആ സമയം നോക്കി സാത്താനോട് വന്നു. നിങ്ങൾ ആലോചിച്ച് ചോദിക്കണേ. കാരണം സാത്താൻ ബൈബിൾ അറിയാം. സാത്താൻ പുറപ്പാട് ദിവസം 28-ാം അധ്യായം വായിച്ചിട്ടുണ്ട്. നമ്മളൊക്കെയാണ് ബൈബിളൊക്കെ വായിക്കാതെ ഇരിക്കുന്നത്. സാത്താനോട് ഏത് വാക്യം ചോദിച്ചാലും അതിന്റെ റെഫറൻസ് സഹിതം പറയും. കാരണം പുറപ്പാട് ദിവസം 28-ാം അധ്യായത്തിൽ അതല്ലേ അത് കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് എഴുതിയ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു പറഞ്ഞപ്പോൾ സാത്താൻ വേറൊരു വാക്യം പോയി ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം തപ്പിയെടുത്തു. അത് 8-ാം അധ്യായം 5-ാം വാക്യം വെച്ചാൽ കർത്താവ് സംസാരിച്ചു. എന്നാൽ സാത്താൻ ഉടനെ പോയി 91-ാം സങ്കീർത്തനം ഒരു വാക്യം കണ്ടുപിടിച്ചു. നീ ദേവാലയത്തിന് മുകളിൽ നിന്ന് കീഴോട്ട് ചാടും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പായിരിക്കാൻ തൊക്കൊന്നും അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലേ. അപ്പൊ സാത്താൻ വാക്യം അറിയല്ലേ. നമ്മളോട് ഈ വാക്യമൊക്കെ ഒന്ന് കാണാൻ പറയൂ. സാത്താൻ്റെ ഇവര് അവനെ മൊത്തം പറയും. നമ്മളെക്കാൾ നല്ല ബൈബിൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവൻ. വാക്യം വെച്ച അവൻ പുറപ്പാട് ദിവസം 28-ാം അധ്യായത്തിൽ ഒരു വാക്യം കണ്ടുപിടിച്ചു. മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിക്കരുത്. 28-ാം അധ്യായം വായിക്കണം. തലമുടി വിറ്റ് കീറല്ലേ. സാത്താൻ എന്ത് മിടുക്കനാന്ന് നോക്കണമേ.
ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, മുഷിഞ്ഞ വസ്ത്രം ധരിക്കരുത്. ഇപ്പൊ യോശുവ പുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കാൻ കടന്നു വന്നു. ഇവൻ വരുന്ന കാര്യം കണ്ടപ്പോഴേ കർത്താവ് പറഞ്ഞു, ദൈവത്തിന് മനസ്സിലായി. ദൈവം പറഞ്ഞു, നിന്നെ ഫലസിക്കുന്നു പറഞ്ഞു. അപ്പൊ അവന് ഈ കാര്യം വന്ന് പറഞ്ഞു, നീ പറഞ്ഞ ശരിയാ കേട്ടോ, അത് നമ്മളാണെങ്കിൽ അവന് ഉടനെ ഒരു മെമ്പർഷിപ്പിന്റെ ഫോം ഒക്കെ എടുത്ത് നമുക്ക് സത്യം പറയുന്നു. എന്നാൽ ഇവൻ പറഞ്ഞ കർത്താവ് പറഞ്ഞോ, സാത്താനെ നിന്നെ ഞാൻ ഫലസിക്കുന്നു. നമുക്ക് കംപ്ലൈന്റ് കൊണ്ട് വന്ന ബൈബിൾ സഹിതം വാക്യം വെച്ചു. കർത്താവ് ഒരു വാക്യം പറഞ്ഞു, അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയ. ഒരു വ്യക്തിയെ തീയിൽ നിന്ന് വലിച്ചെടുക്കും പുകമണം കേൾക്കും. അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയ. അതുപോലെ പ്രശ്നം കൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ നീതിരിച്ചില്ലായിരുന്നു നമ്മളുടെ കാണുമോ ഈ പ്ലാറ്റ്ഫോമിൽ? നമ്മുടെ ദൈവം നമ്മളെ ദിനം പ്രതി നമ്മുടെ കുറ്റം എപ്പോഴും ദൈവത്തിന്റെ സന്നി ചുമത്താൻ തക്കണം. സാത്താൻ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ നീതീകരിക്കുന്നവരായ ദൈവം നമുക്കുള്ളത് കൊണ്ട് ഇന്ന് വരെയും നമുക്ക് നിലനിൽപ്പാനിടയായി. യോശുവയെ അത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അവിടെ ഇരുന്നോട്ടെന്നാണോ ദൈവം നിശ്ചയിച്ചത്? നിങ്ങൾ താഴ്ത്തു വായിച്ചു നോക്കണം. വേഗം അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറാൻ പറഞ്ഞു. അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു. ആ മുഷിഞ്ഞ വസ്ത്രം അതുപോലെ ഇരുന്നോട്ടെന്ന് കർത്താവ് വെച്ചോ? ഇല്ല. അവനെ നീതീകരിച്ചതിന് ശേഷം എത്രയും വേഗം അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുകയും അവന്റെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുകയും. ഇന്ന് രാത്രികാലം തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയായിരിക്കുന്ന യോശുവയെ ദൈവം നീതീകരിച്ച പോലെ നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മളെ നീതീകരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ കാണത്തില്ലായിരുന്നു. ദൈവം സ്വന്തം അവനെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം ധരിപ്പിച്ച ദൈവം. യാക്കോബിന്റെ 1-ാം ലേഖനം അല്ലെ, യാക്കോബിന്റെ 1:27 വാക്യം വായിക്കുന്നത് ഞാനങ്ങ് പറഞ്ഞു വിടാം. യാക്കോബ് 1 വായിച്ചു. ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങൾ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. വെളിപ്പാട് 22:11 വായിക്കുമ്പോൾ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനി തന്നെ നീതീകരിക്കട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ ആത്മീയ വസ്ത്രം, നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രത്തിൽ കളങ്കം പറ്റാതെ സൂക്ഷിക്കണം, ചെളി പറ്റാതെ സൂക്ഷിക്കണം. വിശുദ്ധൻ ഇനി തന്നെ നീതീകരിക്കണം. ഇന്ന് രാത്രികാലം ഇവിടെ വായിക്കുന്ന ഉടുപ്പും മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. 5 കൂട്ടം കാര്യം ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞ അവരുടെ പ്രശംസ പറയാണ്. ദൈവം തമ്പുരാൻ ഈ സഭ എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടാക്കാൻ നോക്കുക. ഉടുപ്പും മലിനമാകാത്ത കുറെ പേർ. നോഗയുടെ കാലത്ത് നോഗയും കുടുംബം ഉണ്ടായിരുന്നു. ലോത്തിന്റെ കാലത്ത് സോദോമിൽ നിന്ന് വിടുവിച്ച് ആ കുടുംബത്തെ ദൈവം കാത്തു സൂക്ഷിച്ചു. ഭൂമിയിലെങ്കുണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാട്ടും. ആ കുറെ പേരെ ആ ശേഷിപ്പാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. മലിനമാകാത്തവർ എന്നും അവർ യോഗ്യന്മാരാകിയാൽ, അടുത്ത വാക്യം, അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്റെ കൂടെ നടക്കും. 4 പ്രതിഫലങ്ങൾ അവിടെ പറയുന്നുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ ചിന്തിച്ച സർദീസ് സഭയെക്കുറിച്ചുള്ള ദൂത് അവസാനിപ്പിച്ചിട്ട് ഫിലദൽഫിയ സഭയെക്കുറിച്ചുള്ള ദൂത് നമുക്ക് ചിന്തിക്കാം. മലിനമാകാത്തവർ ഇന്നും നമ്മൾ ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തെ പൊടി പറ്റും. ദൈവമക്കളെ അറിയാതെ തന്നെ നമ്മുടെ കണ്ണ് പോകേണ്ടാത്ത സ്ഥാനത്തേക്ക് പോകും. എന്നാൽ നമുക്കൊരു മാനസാന്തരം ഉണ്ടായിരിക്കണം, പശ്ചാത്തപിക്കണം. അവന്റെ രക്തത്താൽ നമ്മുടെ അങ്കി ദിവസവും കലക്കി വെളിപ്പാക്കണം. ഇയ്യോബ് തന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തും. എന്നും നിങ്ങൾ 1-ാം അധ്യായം വായിച്ചു നോക്കണം. അവർ പിക്നിക്കിന് പോയപ്പോൾ, കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങൾ പിക്നിക്കിന് പോയപ്പോൾ നിങ്ങൾ ആകാത്ത എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പം പറ. അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പാപം ഏറ്റു പറഞ്ഞ് എന്നും കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ച്, നമ്മുടെ ഭാര്യയെ വിളിച്ച് നമുക്ക് ഒന്നിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ശോധന ചെയ്യാം. എന്തെങ്കിലും തെറ്റ് ഞാനിങ്ങനെ കുടുംബ പ്രാർത്ഥന, എനിക്ക് 2 ആൺപിള്ളേരാ, കുടുംബ പ്രാർത്ഥന നടത്തുമ്പോഴേ അത് വെളുപ്പിന് 5 മണിക്കൊക്കെ എഴുന്നേക്കുന്നത് എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടോ? അപ്പൊ അവര് പറയും ഒന്നും സംസാരിച്ചില്ല, അവർ നോണ പറഞ്ഞു, ഇങ്ങനെയൊക്കെ അന്നേരം അവർ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരുത്തരങ്ങനെ ഉറക്കം വന്ന് ക്ഷീണിച്ച് പോയിട്ട് അവൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞതേ, വെളുപ്പാൻകാലത്ത് ഇവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്കൊക്കെ ദേഷ്യം വരും. എങ്കിലും ഇയ്യോബ് തന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി എന്നും പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ച പോലെ നമ്മൾ നമ്മുടെ കുടുംബ പ്രാർത്ഥന നടത്തി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നിൽപ്പാൻ
കാൽവറി നെയ്തെടുത്ത രക്ഷാവസ്ത്രം ധരിച്ചവൻ തങ്ങളുടെ ജഡത്തെ കീഴമർത്തി ദുരുദ്ദേശങ്ങൾ തകർന്നു പോകാതെ ആത്മീക മാതൃകയുള്ള കാലങ്ങളിൽ പോലും വിശുദ്ധരായി ജീവിച്ചു എന്നതാണ് ഉടുപ്പ് മലിനമാകാത്ത സർദീസ് സഭയെക്കുറിച്ചുള്ള ന്യൂനപക്ഷത്തെക്കുറിച്ചുള്ള സാക്ഷി. ഈ ഉടുപ്പ് വിശുദ്ധ ജീവിതത്തെയും വിശ്വാസികളുടെ നീതി പ്രവർത്തനത്തെ കാണിക്കുന്നു. ഈ വചനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ അവരുടെ പ്രതിഫലത്തെക്കുറിച്ച് 4 കൂട്ടം പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. പാസ്റ്റർ ലാലു സാറ് ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുപ്പാൻ ദൈവം സഹായിച്ചുവല്ലോ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്ന് താൻ അടുത്ത ആഴ്ച തന്റെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി ചെയ്തെടുപ്പാൻ തനിക്ക് യാത്രയൊക്കെ ചെയ്യണമല്ലോ. നല്ല യാത്രയൊക്കെ കൊടുത്ത് കർത്താവ് തന്നെ മാനിക്കട്ടെ, സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അഗാപ്പെ ബൈബിൾ കോളേജ് എല്ലാവിധ ആശംസകളും യാത്രാ മംഗളങ്ങളും നേരുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്നും വളരെ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ ദൈവം സഹായിച്ചാൽ പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ റോമാ ലേഖനം എടുക്കുന്നതായിരിക്കും. നമ്മുടെ മാത്യു പി തോമസിന് ഏതോ ഒരു മരണം മുഖാന്തരം തന്റെ സഭയിൽ ആരുടെ ഒരു മരണം ഉണ്ടായതുകൊണ്ട് അല്പം തിരക്കാണ് എന്ന് പറയുവാനിടയായി തീർന്നു. നാളെ ഷാജൻ പാറക്കടവിൽ ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. പ്രിയ ബ്രദർ കുമാർ അവസാനമായി പ്രാർത്ഥിച്ചാട്ടെ. കുമാർ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്തോ. രാജു പി ജോയ് പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ രാജു പി ജോയ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹം നിറഞ്ഞ ഈ രാത്രി വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അഗപ്പെ ഓൺലൈൻ ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങൾക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സുമായി ഇന്ന് സ്വർഗീയ ദാസനെ അവിടുന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്വർഗീയ ആലോചനകൾ കേൾക്കുവാൻ തന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചു. ആഴത്തിൽ തിരുവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ, അനേകരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ എല്ലാവരെയും അവിടുന്ന് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസന്റെ ആത്മീയ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ അധ്യാപകരെയും ഇതിന്റെ ക്ലാസ്സുകൾ നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഇതിന്റെ നടത്തിപ്പിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കും, ആദരിക്കും, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. തന്നെ ആശീർവാദം പറഞ്ഞാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിയവരാകും നമ്മോടും ഈ ബൈബിൾ പ്രവർത്തനങ്ങളോടും ഈ ക്ലാസ്സിനോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി കാലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ചയിലെ